ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്നത്തെ എനർജി നിങ്ങൾക്കുള്ളത് എന്താ നോക്കാം. ഓക്കെ, ഐ തിങ്ക് എൻ്റെ ബേർഡിൻ്റെ ചാർജ് കഴിഞ്ഞു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, നമുക്ക് ഇന്നത്തെ റീഡിംഗ് നോക്കാം. ഓക്കെ, ഇന്നത്തെ ഗൈഡൻസ് നിങ്ങൾക്കായിട്ട് എന്താ വരുന്നത് നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് ഇന്നത്തെ ദിവസം. ആൻഡ് ഗൈഡൻസ് ലെറ്റ്സ് സീ. ഓക്കെ, പേഴ്സണൽ റീഡിങ്സ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോറി, ഞാൻ അനൗൺസ് ചെയ്യാൻ വിട്ടുപോയി. പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നുണ്ട്. നമ്പർ ഇവിടെ ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, സോ വേണ്ടവരെ കോൺടാക്ട് ചെയ്യൂ. ഡയറക്റ്റ് കോൾ റീഡിംഗ് ആണ് ഇത്തവണ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അതാണിപ്പോൾ. കാരണം നമ്മൾ എന്താണെന്ന് വെച്ചാൽ മെസ്സേജസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയായിരുന്നു ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. കാരണം എനിക്കും കുറച്ചുകൂടി സമയം അധികം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്, സമയം കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ടെക്സ്റ്റായിട്ടും കാര്യങ്ങളായിട്ടും മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. വോയിസ് റെക്കോർഡിംഗ് ആയിട്ടൊക്കെ ആയിരുന്നു. ബട്ട് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് കോളാണ്. സോ ദാറ്റ് നിങ്ങൾക്കത് വളരെ ഒരു ക്ലാരിറ്റി കിട്ടും. ഒരു 30 minutes 45 minutes കോളൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് എന്ത് വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം. ആൻഡ് കുറച്ചുകൂടി ആ സമയത്ത് ഗൈഡൻസ് ആയിട്ടും എന്നോട് നേരിട്ട് സംസാരിക്കാനും, നമ്മൾ നേരിട്ട് പരസ്പരം സംസാരിക്കുമ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. സോ അതും കിട്ടും നിങ്ങൾക്കൊരു ബെനിഫിറ്റ്. സോ അങ്ങനെ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഓഗസ്റ്റിൽ കുറച്ച് ദിവസം ഇടയിൽ ഒരു ഗ്യാപ്പ് വരും. സോ ഇപ്പോൾ ഞാൻ എടുക്കാൻ തുടങ്ങുന്നുണ്ട്. താല്പര്യമുള്ളവർ വേഗം കോൺടാക്ട് ചെയ്തോളൂ. ഇപ്പോൾ ഞാൻ റീഡിങ്സ് ബുക്കിംഗ് എടുക്കുന്നേ ഉള്ളൂ. സോ ഇപ്പോൾ ബുക്ക് ചെയ്താൽ 1-2 ദിവസത്തിലൊക്കെ എനിവേ അത് നമുക്ക് പറയാം ഞാൻ പിന്നീട്. കോൾ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ അധികം റീഡിങ്സ് ഒരു ദിവസം ഉണ്ടാവില്ല. ഓക്കെ, എനിവേ സോ ഇന്നത്തെ റീഡിംഗ് നമുക്ക് കിടക്കാം. ഇന്നത്തെ റീഡിങ്ങിൽ എന്താ കാണുന്നത്? 6 of Pentacles, Ace of Pentacles, 2 of Swords. ഓക്കെ, ഞാൻ ചെറിയൊരു ഇതാക്കാൻ പോവാണ്. ഇവിടെ എനിക്കൊരു നിങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ഓഫർ വന്ന് കാണാം. ഒരു കാര്യം നിങ്ങൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ. ഓക്കെ, മേ ബി നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്ന പോലെ തോന്നുന്നുണ്ട്. സോ അതിൽ 2 കാര്യം വന്നതെന്ന് മാത്രമല്ല, മേ ബി നിങ്ങളൊരു തീരുമാനം വോട്ടെവർ ഇട്ട് ഏതൊരു സിറ്റുവേഷനിലായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. അതിപ്പോൾ ജോലിയുടെ കാര്യത്തിലായിരിക്കാം. ജോലി ഇപ്പോൾ ഉള്ളതിൽ നിൽക്കണോ മാറണോ എന്ന രീതിക്കുള്ള ചിന്തയായിരിക്കാം. അല്ലെങ്കിൽ 2 ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏത് വേണമെന്നായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ഇവിടെ നിൽക്കണോ, വേറെ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോണോ, പുറത്തു പോകണോ, വോട്ടെവർ എന്ത് കാര്യങ്ങളായാലും. റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയുമായിട്ട് ഇനി മുന്നോട്ട് എന്താണ് എന്നുള്ള ഡിസിഷൻ ആയിരിക്കാം. സോ അങ്ങനെ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വല്ലാത്തൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ട്. തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇത് നിങ്ങൾക്കൊരു ഓഫർ വന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ബട്ട് അതിൽ ഐ തിങ്ക് പാസ്റ്റിലെ സിറ്റുവേഷനിൽ നിങ്ങൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജോലിയിലാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഓഫീസിൽ തന്നെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വർക്കൊക്കെ നിങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് കിട്ടി കാണില്ല. ഓക്കെ, സോ എവിടെയോ നിങ്ങളെ മനസ്സുകൊണ്ട് നമ്മൾ പറയില്ലേ ഒരു ബ്ലോക്കേജ് ക്രിയേറ്റ് ആവുന്ന പോലെയാണ്. നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിട്ട് കാര്യമുണ്ടോ, നിങ്ങൾ ടയേർഡായ പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. നിങ്ങൾ ഐ തിങ്ക് അങ്ങോട്ട് എപ്പോഴും കൊടുക്കുന്ന രീതിയിൽ, അതിപ്പോൾ ഓഫീസിലാണെങ്കിലും അഗൈൻ നിങ്ങൾ ആ കാര്യങ്ങൾ വീട്ടിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ എന്ത് കാര്യത്തിലായാലും ഓക്കെ നിങ്ങളെപ്പോഴും അങ്ങോട്ട് കൂടുതൽ ചെയ്ത പോലെ ഒരു ഇഫക്റ്റാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ചെയ്തതിൻ്റെ ഈക്വലായിട്ട് തിരിച്ച് കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ വളരെയധികം ടയേർഡാണ്. ഒന്നാമത്തെ കാര്യം, എഫേർട്ട് ഇടണോ, ഇനി ഞാൻ അതിൽ ചെയ്തിട്ട് കാര്യമുണ്ടോ, ഓക്കെ എന്ന രീതിക്ക് ചിന്തിക്കുന്ന പോലെയാണ്. ഞാൻ അതിൽ നിന്നിട്ട് കാര്യമുണ്ടോ, അതിൽ നിന്ന് ഞാൻ ഈ എന്ത് കാര്യത്തിലായാലും അവിടെ ഞാൻ ഇനി എഫേർട്ട് ഇടണോ എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ട്. ബട്ട് ഐ തിങ്ക് ഒരു പുതിയ ഓഫർ വരുന്ന പോലെയും കാണുന്നുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ ഐ തിങ്ക് ആലോചിക്കുന്നത് ഞാനിതിൽ ഇനിയും കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ള ചിന്തയായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പുതിയത് എടുക്കണോ, അതിലേക്ക് മാറണോ, അത് നല്ലതായിരിക്കുമോ എന്നൊരു പേടിയും ഉണ്ടാവും. ഓക്കെ, കാരണം ഇവിടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് അങ്ങനെയാണ് നിങ്ങൾക്ക്, അല്ലേ? പാസ്റ്റിൽ നിങ്ങൾ എത്ര ചെയ്തിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട് ദാറ്റ് ഇനിയും മുന്നോട്ട് ഇപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും എടുത്താലും അത് നല്ലതായിരിക്കുമോ, അത് കാര്യം ഉണ്ടാവുമോ എന്ന രീതിക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതിലൊരു എഫേർട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. യെസ്, അത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. അതിപ്പോൾ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഓഫീസ് ജോലി കാര്യങ്ങളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേറെ നല്ല ജോലി ഓഫർ വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഉള്ള ജോലി തന്നെ ചിലപ്പോൾ എന്തെങ്കിലും മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടി ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് വരാനുള്ള രീതിക്ക് എന്തെങ്കിലും ഒരു ഓഫറാണ് കാണുന്നത്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ റിലേഷൻഷിപ്പ് മേ ബി
വേറെ പുതിയ റിലേഷൻഷിപ്പ് വന്നായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളത് തന്നെ മേ ബി ബെറ്റർ ആവുന്നതുമായിരിക്കും. ബട്ട് എവിടെയോ നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് ശരി തന്നെയാണോ, നല്ലതാണോ, അതോ ഞാൻ എഫേർട്ട് പിന്നെയും ഇടാൻ നിന്നിട്ട് പിന്നെയും എനിക്കൊരു ഡിസപ്പോയിൻമെൻ്റ് ആയാലോ, എനിക്ക് വിഷമമായാലോ എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതാണ് ഇവിടുത്തെ മെയിൻ കൺഫ്യൂഷൻ. കാരണം നിങ്ങൾ പാസ്റ്റിൽ ചില അനുഭവങ്ങൾ നിങ്ങൾ അങ്ങോട്ട് എത്ര ചെയ്തിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങളൊരു ബൗണ്ടറി വെക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളൊരു ബ്ലോക്കേജ് നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇനിയും ചെയ്യണോ വേണോ എന്ന്. നിങ്ങളുടെ മനസ്സാണ് ഡൗട്ട് ആവുന്നത് ഇവിടെ. ഓക്കെ, ഇവിടെ രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, നിങ്ങൾക്ക് ആക്ച്വലി ഇതൊരു ഗ്രോത്തിനുള്ള അവസരമാണ്. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ബെനിഫിറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഗ്രോത്ത് കൊണ്ടുവരാൻ സാധിക്കും അതിൽ. പക്ഷേ എന്നാലും നിങ്ങളോട് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് അഡ്വൈസ് എടുക്കൂ എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, സോ പറ്റിയാൽ ഇതർ നിങ്ങളുടെ അമ്മയോ അച്ഛനോ പാരൻസോ അങ്ങനെ ആരോടെങ്കിലും ബോസോ അങ്ങനെ ആരോടെങ്കിലും ഒരു അഡ്വൈസ് ഒന്ന് ചോദിച്ചു നോക്കുക. അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഒന്ന് നമ്മൾ അറിവുള്ള ഏതെങ്കിലും വ്യക്തികൾ, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ആരുടെ അടുത്തെങ്കിലും ഒന്ന് അഡ്വൈസ് ആയിട്ട് കൂടി ഒന്ന് ചോദിച്ചു നോക്കൂ. ഈ കാര്യം ശരിക്കും നല്ലതാണോ, ഞാൻ മാറണോ അല്ലെങ്കിൽ എടുക്കണോ, എനിക്ക് എന്തെങ്കിലും എന്താ തോന്നുന്നത് എന്ന് ആരോടെങ്കിലും ജസ്റ്റ് ഒരു ഒപ്പീനിയനെങ്കിലും ചോദിക്കാം. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, കാരണം ഇവിടെ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ആ പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ബ്ലോക്ക് ചെയ്യുകയാണ്. ബിക്കോസ് നിങ്ങൾക്ക് പേടിയുണ്ട്, ഞാൻ ഇനി മുന്നോട്ട് അഗൈൻ നിങ്ങളുടെ സ്വഭാവം അറിയാം അല്ലേ. എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നാലും നിങ്ങൾ അങ്ങോട്ട് ഓവറായിട്ട് എഫേർട്ട് ഇടും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ബട്ട് അതിൻ്റെ ബെനിഫിറ്റ് തിരിച്ച് കിട്ടുമോ എന്നൊരു ഡൗട്ടായിരിക്കും. കാരണം ഇതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ അനുഭവം. ഓക്കെ, അതായത് നിങ്ങൾ ഇതുവരെ നിങ്ങൾ ചെയ്തത് എപ്പോഴും നിങ്ങൾ അങ്ങോട്ട് കൂടുതൽ കൊടുത്തു, അങ്ങോട്ട് കൂടുതൽ ചെയ്തു എന്നുണ്ടെങ്കിൽ ഇനി പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് പഠിച്ചു, അതുകൂടിയുണ്ട് അല്ലേ. നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഇത്രയും നിങ്ങൾ എഫേർട്ട് ഇട്ട് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോഴും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല, നിങ്ങൾ സ്റ്റാൻഡിങ് ആണ്. ഓക്കെ, നിങ്ങൾ വീണിട്ടില്ല എന്ന് പറയാം, നിങ്ങളെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നും പറയാം. സോ ഇവിടെ ഇനി നിങ്ങളാണ് പഠിക്കേണ്ടത്. ദാറ്റ് ഇനി ഞാൻ എത്ര ചെയ്യണം എന്നുള്ളത് നിങ്ങളാണ് ബൗണ്ടറി വെക്കേണ്ടത്. ആക്ച്വലി നിങ്ങളോട് പറയുന്ന ബൗണ്ടറി വെക്കാനാണ്. നിങ്ങൾ ഇനി ഇപ്പം എന്തെങ്കിലും വേറെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ഇപ്പം സപ്പോസ് റിലേഷൻഷിപ്പിലൊക്കെ പറയുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങളൊരു പേഴ്സണിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടു, പക്ഷെ അവരെ ഭാഗത്തും തിരിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇനി പക്ഷെ അവരിപ്പോൾ മേ ബി ഒരു ചേഞ്ച് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നു ഓക്കെ ഞാൻ നമുക്ക് കുറച്ചുകൂടി അവരെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങളെ തന്നെ ഒന്ന് ബൗണ്ടറി വെക്കാനും പഠിക്കണം. ഓക്കെ, നിങ്ങളിനി ഓവറായിട്ട് ഗിവ് ചെയ്യാതിരിക്കുക. ഓക്കെ, കുറച്ചൊക്കെ നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക എന്നുള്ള രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളെ കെയർ ചെയ്യുക നിങ്ങൾ. ഓക്കെ, അതാണ് ഇവിടെ മെയിനായിട്ട് അഡ്വൈസ് വന്നത്. നിങ്ങൾക്കൊരു 2 കാർഡ് കൂടി ഞാൻ എടുക്കാം ഈ സിറ്റുവേഷനെ കുറിച്ച്. ഇവിടെ ഒരു ലെസനാണ് നിങ്ങളോട് പറയുന്നത് മെയിനായിട്ട്. എനിക്ക് നിങ്ങൾ അർഹിക്കുന്നത് കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ ആ ഒരു ബൗണ്ടറി വെക്കാൻ പഠിക്കണം, അതാണ് മെയിൻ. ഓക്കെ, മജീഷ്യൻ ആൻഡ് ഇവിടെ നിങ്ങൾക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കും, ഒരു ഡൗട്ടും ഇല്ല. ബട്ട് ഇവിടെ നിങ്ങളുടെ കയ്യിൽ എല്ലാ പവറും ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ എല്ലാ ടൂൾസും ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, പക്ഷേ പാസ്റ്റിലെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലെപ്പോഴും കിടക്കുന്നത്. പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായ ഇഷ്യൂസ് അത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലെപ്പോഴും ബ്ലോക്കേജ് ആയിട്ട് വരുന്നത്. ആൻഡ് ഇനി മുന്നോട്ട് പക്ഷേ നിങ്ങൾക്ക് ആക്ച്വലി എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു അവസരം വരുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. അത് നല്ലതായിരിക്കും. ഓക്കെ, ബട്ട് ഐ തിങ്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല അതിൻ്റെ, അതാണ് നിങ്ങൾക്കൊരു സംശയം. ഞാനിത് എടുത്തു കഴിഞ്ഞാൽ ശരിയാവോ ഇല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിലൊരു സംശയമുണ്ട്. ബട്ട് നല്ലതാണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്കത് നല്ലതായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യം പ്രത്യേകം നിങ്ങൾ ഓർമ്മ വയ്ക്കുക, നിങ്ങളെ തന്നെ നിങ്ങൾ കെയർ ചെയ്യുക, അവനവനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, നിങ്ങളുടെ എനർജി നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ പഴയ പോലെ നിങ്ങളാവരുത്. ഓക്കെ, സിറ്റുവേഷൻ എന്താണെന്നുള്ളതല്ല, നിങ്ങൾ പഴയ പോലെ ആവരുത്. ഇനി നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു സമയം അല്ലെങ്കിൽ എന്താ പറയുക, എന്ത് തന്നെ ആയാലും എന്ത് ബെനിഫിറ്റ് ആയാലും നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഇനി ബൗണ്ടറി വേണ്ടത്. ഓക്കെ, ഐ ഹോപ്പ് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കുന്നു. അതാണ് നിങ്ങൾക്കുള്ള പാഠമാണിത് ഇവിടെ ആക്ച്വലി. ഓക്കെ, ഓവർ ഗിവിങ് വേണ്ട എന്ന രീതിയിൽ മെയിനായിട്ട് എടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഒറക്കിൾ കാർഡ്സ് ഇവിടെ എടുത്തേക്കാം. ബ്ലെസ്ഡ് ആണ്. ഓക്കെ, ബ്ലെസ്ഡ്, ചോപ്പ്വുഡ്, ടൈം ടു ഗോ, അൺഫിനിഷ്ഡ് സിംഫണി, ട്രഷർ ഐലൻഡ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഒന്ന്, നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്ന രീതിക്കാണ്. നേരത്തെ പറഞ്ഞ നമ്മുടെ 6 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ കാർഡിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടത്, നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ശരിക്കും ന്യായം ചെയ്യുന്നു എന്ന് കൂടി പറയാം നമുക്ക്. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് കിട്ടാതെ പോയതെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന പോലെയാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള അവസരങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ബട്ട് നിങ്ങൾ ചേഞ്ച് ആവും കൂടി വേണം, അത് ഓർത്ത് വയ്ക്കുക. ബ്ലെസ്സിങ് ആണ്, നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് തന്നെയാണ് വരുന്നത്. യു ആർ ബ്ലെസ്ഡ് ആക്ച്വലി. യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, ആൻഡ് ചോപ്പ്വുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് എന്നുള്ള രീതിക്ക് എടുക്കും. ഓക്കെ, ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നമ്മൾ
യുനോ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു എനർജി പറയും നമ്മൾ. സോ എന്ത് കാര്യമുണ്ടെങ്കിലും അതിൽ മാക്സിമം നിങ്ങൾ നിങ്ങളുടേതായ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, ന്യായമായിട്ടുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾ ഇതുവരെ ചെയ്ത ഹാർഡ് വർക്കിനും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. ടൈം ടു ഗോ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ മേ ബി ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയേണ്ടതുണ്ട്. അപ്പോൾ ജോലിയുടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവിടെ നിങ്ങൾക്ക് ഒരു ശമ്പളം കാര്യങ്ങൾ ഇപ്പോഴും ശരിയായിട്ട് തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന എഫേർട്ടിന് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറാനുള്ള സമയമായി എന്നാണ്. എല്ലാവർക്കും അല്ല കേട്ടോ, അത് കുറച്ച് പേർക്കായിരിക്കും. സോ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അതിനാണ് പറഞ്ഞാൽ ആരെങ്കിലും അഡ്വൈസ് കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ടൈം ടു ഗോ എന്ന് പറയുന്നത് കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷൻ വിട്ട് കളഞ്ഞ് മാറിപ്പോകേണ്ടതുണ്ടാവാം. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനുള്ള സാധ്യതയാണ് എന്നുകൂടിയാണ് പറയുന്നത്. സോ സ്ഥലം മാറാനോ അല്ലെങ്കിൽ ജോലി മാറാനോ ഉള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അൺഫിനിഷ് സിംഫണി പറയുന്നുണ്ട്. സോ ഇവിടെ സിറ്റുവേഷൻ ആക്ച്വലി 10 ആണ്. 10 എന്ന് പറയുമ്പോൾ നമ്മൾ എൻഡിങ് എന്ന് എടുക്കും. ഓക്കെ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എൻഡിങ് എന്ന് പറയും. ബട്ട് അതിൻ്റെ ഒപ്പം ഒരു ന്യൂ ബിഗിനിങ് കൂടിയായിരിക്കും. ആൻഡ് ഇവിടെ അൺഫിനിഷ് സിംഫണി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്റ്റോറി, നിങ്ങളുടെ പാട്ട് അവസാനിച്ചിട്ടില്ല എന്ന് കൂടിയാണ്. ഓക്കെ, ഈ ഒരു നമ്മൾ പറയില്ലേ ആ ഒരു കോൺസേർട്ടോ എന്താ പറയുക, അത് അവസാനിച്ചിട്ടില്ല എന്ന രീതിക്കാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അവസാനിച്ചു എന്ന് തോന്നുന്നെങ്കിൽ അതൊരു അവസാനമല്ല, അത് ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്, കഥ ബാക്കി കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ട്രഷർ ഐലൻഡ് ഉണ്ട്. സോ യെസ്, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വരാനുള്ള സാധ്യതയാണ്. നിങ്ങൾ ട്രഷർ ഐലൻഡിലേക്ക് എത്തുകയാണ്. ഓക്കെ, നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ലോ ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ടോട്ടൈസ് സ്റ്റാർട്ടിലാവുമ്പോൾ മെല്ലെയാണ് പോവുക. പക്ഷേ അതും എന്നാലും സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയില്ലേ. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നുണ്ട് എന്നൊരു ഇൻഡിക്കേഷൻ കൂടി ഉണ്ട് ഇവിടെ. ഞാൻ ആക്ച്വലി ഏസ് ഓഫ് പെന്റിക്കിൾസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം അല്ലേ. ഏസ് ഓഫ് പെന്റിക്കിൾസ് നമ്മളൊരു ഏതൊരു ഫൈനാൻഷ്യൽ ഓഫർ ആയിരിക്കും, ജോലിയുടെ ഓഫർ ആയിരിക്കാം, റിലേഷൻഷിപ്പ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പണം കിട്ടുന്ന കാര്യമായിരിക്കാം. സോ സംവെയർ നിങ്ങൾക്ക് എന്തോ ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തോ വരാൻ പോകുന്നുണ്ട് എന്നുകൂടിയാണ് കാണുന്നത്. ഓക്കെ, സോ എന്തായാലും നിങ്ങൾക്ക് ഒരു കാര്യം, പക്ഷേ ഞാൻ പറഞ്ഞത് വീണ്ടും ഞാൻ അതന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതാണ് മെയിൻ ഇവിടുത്തെ എൻ്റെ മെസ്സേജ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെ ബൗണ്ടറി വെക്കണം എന്നുള്ളത് നിങ്ങൾ വേണം പഠിക്കാൻ. എത്രത്തോളം അങ്ങോട്ട് ചെയ്യണം, ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ നല്ലോണം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ അതാണ് ഇന്നത്തെ അഡ്വൈസ്. നിങ്ങൾക്ക് നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.